കനത്ത മഴയിൽ ബാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ സുരക്ഷ ശക്തമാക്കി. കൊട്ടിയൂരിൽ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ പുഴയിലിറങ്ങി കുളിക്കുന്നതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അഗ്നിരക്ഷാസേന കയറുകെട്ടി നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഭക്തരെ കുളിക്കാൻ അനുവദിക്കുക. ബാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് അഗ്നിരക്ഷാസേന സുരക്ഷ ശക്തമാക്കിയത്. പുഴയിൽ ശക്തമായ ഒഴുക്കുള്ളതിനാൽ ഭക്തർ പുഴയിലേക്ക് ഇറങ്ങി കുളിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിതാവിനൊപ്പം ബാവലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ പെൺകുട്ടി ഒഴുക്കിൽപ്പെട്ടിരുന്നു. കുട്ടിയുടെ പിതാവിന്റെ നിലവിളി കേട്ടെത്തിയ യുവാവ് പുഴയിലിറങ്ങിയാണ് രക്ഷപ്പെടുത്തിയത്. ഇതുമൂലമാണ് കൊട്ടിയൂരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചത്. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും സൗകര്യങ്ങളും നടപ്പിലാക്കിയാൽ മാത്രമേ വൈശാഖ മഹോത്സവം ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂവെന്ന് കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം പറഞ്ഞു. ഇവിടെ അമ്പലത്തിൽ തന്നെയാണെങ്കിലും അക്കരെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി 2 പുഴകളിലാണ് ഉള്ളത്. ആ 2 പുഴകളും നമ്മളിന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറെയും അതുപോലെ ചെയർമാനെ അടക്കം പോയി കണ്ടിട്ട് പറഞ്ഞു അവിടെയൊക്കെ ആൾക്കാരെ നമുക്ക് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്റ്റാഫുകളെ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്ന ആൾക്കാരെ നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 2 സൈഡിലും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടിട്ട് അത് നടപ്പിലായെങ്കിൽ മാത്രമാണ് ഈ ഉത്സവം ഏറ്റവും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാം പണിയെടുക്കുന്നത്. അഗ്നിരക്ഷാസേന കയർ കെട്ടി നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഭക്തരെ കുളിക്കാൻ അനുവദിക്കുക. സുരക്ഷയ്ക്ക് ആവശ്യമായ ലൈഫ് ബോയ, കയർ, ലൈഫ് ജാക്കറ്റ് സംവിധാനങ്ങളും അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ബാവലിപ്പുഴയിലെ ബണ്ടുകൾ തകർന്നിരുന്നു. മന്നംചേരിയിലെ ബണ്ടും പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കുള്ള ബണ്ടുമാണ് തകർന്നത്. മന്നംചേരിയിലെ ബണ്ട് തകർന്നതോടെ ഭക്തർക്ക് പാലം വഴി മാത്രമാണ് അക്കരെ പ്രവേശിക്കാൻ സാധിക്കുക. കൂത്തുപറമ്പ് SDOയുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനയെയാണ് കൊട്ടിയൂരിന്റെ വിവിധയിടങ്ങളിലായി നിയോഗിച്ചിട്ടുള്ളത്. നീർവെപ്പ് ദിവസത്തെ തിരക്ക് കണക്കിലെടുത്ത് പേരാവൂർ അഗ്നിരക്ഷാ യൂണിറ്റിലെ അംഗങ്ങളെ കൂടാതെ കൂത്തുപറമ്പ്, മട്ടന്നൂർ, ഇരിട്ടി യൂണിറ്റുകളിൽ നിന്നുള്ളവരെയും കൊട്ടിയൂരിൽ വിന്യസിക്കും. ശക്തമായ മഴയും ബാവലിപ്പുഴയിൽ ശക്തമായ ഒഴുക്കും കണക്കിലെടുത്ത് ഭക്തർ ജാഗ്രത പാലിക്കണമെന്നാണ് അഗ്നിരക്ഷാസേനയുടെ മുന്നറിയിപ്പ്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.